ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 67. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ജൂൺ 29, 1983, 267. നിങ്ങൾ ഇവിടെ ആയിരിക്കണമെന്ന് ഞാൻ എന്തുകൊണ്ട് ആഗ്രഹിച്ചു. ഈ വർഷം വീണ്ടും ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു. യൂറോപ്പിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ എന്നോടുകൂടെ തുടർച്ചയായ പ്രാർത്ഥനായോഗങ്ങൾ ചെലവഴിക്കുന്നതിന് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇത്രയേറെ കഷ്ടതകളുടെ ഈ സമയത്ത് ഇവിടെ എൻ്റെ ഹൃദയത്തിന് നിങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളിൽ എത്രമാത്രം മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയും കൃപാവരത്തിൻ്റെ പൂർണിമ നിങ്ങളുടെ ആത്മാക്കളെ ചൊരിയുകയും ചെയ്യുന്നു. ഞാൻ എപ്പോഴും നിങ്ങളുടെ സമീപത്തുണ്ട്. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളോട് ചേരുന്നു. ഞാൻ നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളെ ഒന്നിപ്പിക്കുന്ന ബന്ധനങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളെ വളരെ ചെറിയവരും വിധേയത്വമുള്ളവരുമായി കാണുന്നതിൽ ആഹ്ലാദിക്കുന്നു. പരസ്പരം മനസ്സിലാക്കാനും സഹായിക്കാനും നിങ്ങൾ എനിക്ക് നൽകിയ പ്രതിഷ്ഠയുടെ വിലയേറിയ പാതയിൽ ഒരുമിച്ച് നടക്കുവാനും ഈ സന്നദ്ധതയുള്ളവരായി നിങ്ങളെ കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ വർഷം നിങ്ങളിവിടെ ആയിരിക്കണമെന്ന് ഞാൻ എന്തുകൊണ്ട് ആഗ്രഹിച്ചു. സ്നേഹത്തിൽ ഒന്നായി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നടക്കണമെന്ന്, അങ്ങനെ നിങ്ങൾ ഒരൊറ്റ യാഥാർത്ഥ്യം ആണെന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നതിനു വേണ്ടി തന്നെ ഈ ദിവസങ്ങളിൽ എൻ്റെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിങ്ങളെല്ലാവരും ഒരൊറ്റ ഹൃദയവും ഒരൊറ്റ ആത്മാവുമായിരിക്കണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു. എൻ്റെ ശത്രുവിൻ്റേത് വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും തന്ത്രമാണ്. അവൻ കടക്കുന്നിടത്ത് അവൻ വഞ്ചനാത്മകവും ദുരുദ്ദേശപരവുമായ പ്രവർത്തനങ്ങളാൽ പിളർപ്പും തെറ്റിദ്ധാരണയും എതിർപ്പുകളും അവൻ സൃഷ്ടിക്കുന്നു. സഭയുടെ ഉള്ളിൽ പോലും അതിൻ്റെ ആന്തരിക ഐക്യത്തെ ഭേദിക്കുന്നതിന് അവൻ കൂടുതൽ ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനും ഐക്യപ്പെടുന്നതിനും സ്നേഹത്തിൻ്റെ തികവിൽ വളരുന്നതിനും നിങ്ങളെ സഹായിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു. നിങ്ങളുടെ പരസ്യമായ ദൗത്യം നിങ്ങളുടെ വ്യക്തിഗതവും വിലയേറിയതുമായ ബലിയർപ്പണത്താൽ അവസാനിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ ഗ്രഹിക്കാനും കൂടിയാണ് നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു കൂട്ടിയത്. എൻ്റെ പുത്രൻ യേശു കുരിശിൽ നിർവഹിച്ച രക്ഷയുടെ വിശുദ്ധ വർഷമാണിത്. ഒരിക്കൽ തൊട്ടിലായിരുന്ന എൻ്റെ വിമല ഹൃദയം ഇപ്പോൾ നിങ്ങൾക്കും ഒരു ബലിപീഠമായി തീർന്നിരിക്കുകയാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടി പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയ കുരിശിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ബലിപീഠത്തിൽ വെച്ച് ഞാൻ തറയ്ക്കണം. ആകയാൽ എൻ്റെ പ്രിയ പുത്രന്മാരെ, നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന രക്തരൂക്ഷിതമായ മണിക്കൂറുകളിൽ വിശ്വാസത്തോടും പരിത്യാഗ ചൈതന്യത്തോടും കൂടെ ജീവിക്കുന്നതിന് നിങ്ങൾ സ്വയം ഒരുങ്ങുക. അതുവരെ ഓരോ ദിവസവും നിങ്ങളുടെ ക്രൂശിതനായ യേശുവിനോട് ഞാൻ അനുരൂപരാക്കിക്കൊണ്ടിരിക്കുന്നു. സഭയിൽ പടർന്നു പിടിക്കുകയും അവളുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ മുൾക്കിരീടങ്ങളാണ്. മനുഷ്യൻ ചെയ്യുന്നതും എന്നാൽ പ്രായശ്ചിത്തം ചെയ്യപ്പെടാത്തതുമായ പാപങ്ങൾ വേദനിക്കുന്ന പ്രഹരങ്ങളത്രേ. അശുദ്ധതയുടെ പ്രളയം നിങ്ങളുടെ വൈദിക ശരീരത്തെ ഏകവ്രണമാക്കി തീർത്തിരിക്കുന്നു. പരസ്പര ധാരണയുടെ അഭാവം, നിങ്ങൾക്കെതിരെ നടത്തപ്പെടുന്ന ദുരാരോപണങ്ങൾ തുടങ്ങിയവയാണ് നിങ്ങളെ കുരിശിൽ തറയ്ക്കുന്ന ആണികൾ. എന്നോടുകൂടെ കാൽവരി മല കയറുമ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ലോകരക്ഷയ്ക്ക് വേണ്ടി നീ ബലിയർപ്പിക്കപ്പെടണം. നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയാണ്. എൻ്റെ മാതൃമാധ്യസ്ഥത്തോട് യോജിച്ച് നിങ്ങൾ ഇടവിടാതെ അർപ്പിച്ച പ്രാർത്ഥനയാൽ പിതാവും പുത്രനും സുഭിക്ഷമായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് നിങ്ങളെ ദൈവമഹിമയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ എരിയുന്ന ജ്വാലകളായും വളരെ ദുഷിച്ചു പോയിരിക്കുന്ന ഈ സമയത്ത് യേശുവിൻ്റെ ധീരസാക്ഷികളായും രൂപപ്പെടുത്തും. നിങ്ങളുടെ സ്വർഗീയ മാതാവും അവളുടെ ശത്രുവും തമ്മിലുള്ള സമരം നിർണായക ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീയും അവളുടെ സൈന്യവും ചുവന്ന സർപ്പം നേതൃത്വം കൊടുക്കുന്ന സൈനികർക്കെതിരെ പരസ്യമായ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. കടലിൽ നിന്ന് വന്ന കറുത്ത മൃഗം സർപ്പത്തിൻ്റെ സേവനത്തിനായി ഏർപ്പെട്ടിരിക്കുന്നു.
ചുവന്ന സർപ്പം മാർക്സിസവും നിരീശ്വരത്വവുമാണ്. അത് ഇപ്പോൾ ലോകം മുഴുവനും കീഴടക്കുകയും ദൈവത്തെ കൂടാതെ അതിൻ്റെ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് മനുഷ്യവർഗത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തൽഫലമായി ലോകം വിദ്വേഷത്തിൻ്റെ തണുപ്പിലും പാപത്തിൻ്റെയും അശുദ്ധതയുടെയും അന്ധകാരത്തിലും തണുത്തതും ഫലരഹിതവുമായ ഒരു മരുഭൂമിയായി തീർന്നിരിക്കുന്നു. കറുത്ത മൃഗം മാസോണറി ഫ്രീമേസൺസ് പ്രസ്ഥാനമാണ്. അത് സഭയിൽ നുഴഞ്ഞു കയറി അതിനെ ആക്രമിക്കുകയും മുറിവേൽപ്പിക്കുകയും നിഗൂഢ വക്രതയാൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തെ നിർവീര്യമാക്കുന്നതിനും ശ്ലൈഹിക തീക്ഷ്ണത കെടുത്തിക്കളയുന്നതിനും യേശുവിൽ നിന്ന്, അവൻ്റെ സുവിശേഷത്തിൽ നിന്നും ആളുകളെ അധികമധികം അകറ്റുന്നതിനും വിഷലിപ്തമായ മേഘം പോലെ മാസോണറിയുടെ ചൈതന്യം എല്ലാവരിലും അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നാളുകളിൽ അപ്പോസ്തലന്മാരെ, നിങ്ങളുടെ സ്വർഗീയ നായികയുടെ കീഴിൽ നിങ്ങൾ സധൈര്യം സമരം ചെയ്യേണ്ട സമയമായി. നിങ്ങളെ ഒന്നിപ്പിക്കുന്ന ഐക്യവും സ്നേഹവും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഭിന്നിപ്പിനെയും വിഭജനത്തെയും നേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൽഫലമായി നിങ്ങൾ ഒരൊറ്റ യാഥാർത്ഥ്യമായി തീരും. പാപത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും പ്രസ്ഥാനത്തെ നിങ്ങളുടെ വൈദിക യാഗം കൊണ്ട് ഞാൻ നേരിടുകയാണ്. ഇത് നിർവഹിക്കുന്നതിന് കാൽവരി കയറാൻ ഞാൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും ബലിയർപ്പിക്കുന്നതിനായി കുരിശിൽ കിടത്തുകയും ചെയ്യുന്നു. ചുവന്ന സർപ്പത്തിൻ്റെയും കറുത്ത മൃഗത്തിൻ്റെയും ആക്രമണങ്ങൾ നേരിടാൻ ഞാൻ എല്ലാവരെയും സമരത്തിനായി ആഹ്വാനം ചെയ്യും. അങ്ങനെ ദൈവം കൂടുതൽ മഹത്വീകരിക്കപ്പെടും. സഭ അവളുടെ സന്താനങ്ങളിൽ കാണുന്ന അവിശ്വസ്തതയുടെയും മതത്യാഗത്തിൻ്റെയും മുറിവുകളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, എളിമയുടെയും ചെറുമയുടെയും പാതയിൽ നടക്കുക. ലോകത്തെയും നിങ്ങളെയും വെറുക്കുക. നിങ്ങളെ സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്യുന്ന യേശുവിനെ അനുഗമിക്കുക. വിജയം വേഗത്തിൽ സർവത്ര പ്രകാശിക്കും. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിലൂടെ നിങ്ങളിൽ യേശുവിൻ്റെ മഹിമയേറിയ ഭരണം വരും. യേശു അവൻ്റെ സ്നേഹാത്മാവിലൂടെ സൃഷ്ടി മുഴുവനെയും പിതാവിൻ്റെ മഹത്വീകരണത്തിലേക്ക് ആനയിക്കും. ഒടുവിൽ ഭൂമിയുടെ മുഖം നവീകരിക്കപ്പെടുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ ഈ മലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അമ്മയുടെ ആർദ്രതയോടെ നോക്കുന്നു. പിൽക്കാലത്ത് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രസാദവരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ജൂലൈ 16, 1983, കർമ്മലനാഥ, 268 വിശുദ്ധ മല. എൻ്റെ പ്രിയസുതരെ, ക്രൂശിതനായ യേശുവിനോടുള്ള പരിപൂർണമായ സാരൂപ്യമാകുന്ന വിശുദ്ധ മലയിലേക്ക് നിങ്ങൾ എന്നോടുകൂടെ കയറുക. ഏകാന്തതയ്ക്കും നിശബ്ദതയ്ക്കും വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹത്താൽ പ്രചോദിപ്പിക്കപ്പെടും. പിതാവിനോടുള്ള തൻ്റെ ഐക്യം സാന്ദ്രമാകുന്നതിന് അഭിലഷിച്ചവൻ എൻ്റെ പുത്രൻ എത്ര പ്രാവശ്യം സ്നേഹസമന്വിതം മലകൾ കയറിയിട്ടുണ്ട്. അവൻ്റെ യൗവനകാലം തുടങ്ങി നസ്രത്തിന് ചുറ്റുമുള്ള മലകളിൽ അവൻ പലപ്പോഴും സങ്കേതമന്വേഷിച്ചു. സുവിശേഷ സൗരഭ്യത്തിൻ്റെ നിയമം ഒരു മലയിൽ വെച്ചാണ് അവൻ വിളംബരം ചെയ്തത്. തൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ ഹർഷോന്മാദ അനുഭൂതി അവനുണ്ടായത് താബോർ മലയിൽ വെച്ചായിരുന്നു. മലയുടെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ജെറുസലേം നഗരിയിൽ തനിക്ക് സ്വന്തമായിരുന്നവരെ അന്ത്യത്താഴത്തിനായി അവൻ വിളിച്ചു കൂട്ടുകയും തൻ്റെ ആന്തരിക മരണവേദനയുടെ ദുഃഖകരമായ മണിക്കൂറുകൾ അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. കാൽവരി മലയിൽ അവൻ തൻ്റെ ബലി പൂർത്തിയാക്കി. ഒലിവ് മലയിൽ സ്വർഗത്തിലേക്കുള്ള തൻ്റെ സ്വർഗാരോപണം സ്വശിഷ്യന്മാരിൽ നിന്ന് അവിടുന്ന് അവസാനമായി വേർപെട്ടു. ഇന്ന് എന്നോടുകൂടെ യേശു ക്രിസ്തുവാകുന്ന വിശുദ്ധ മലയിലേക്ക് നിങ്ങൾ കയറുക. അപ്പോൾ അവനുമായി ഉറ്റ സ്നേഹത്തിൽ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് കഴിവുണ്ടാകും. നിർണായകമായ യുദ്ധം നടക്കുന്ന ഈ നാളുകളിൽ ക്രിസ്തുവിൻ്റെ അതേ പ്രകാശത്താൽ കവചിതരായി പോരാടുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ലോകത്തിലെ അവൻ്റെ സാന്നിധ്യം നിങ്ങൾ തന്നെ ആയിരിക്കും. ഇക്കാരണത്താൽ അവൻ്റെ വിജ്ഞാനമാകുന്ന പരിശുദ്ധ മലയിലേക്ക് നിങ്ങൾ കയറുക. നിങ്ങൾ ചെറിയവരും വിനീതരും ദരിദ്രരും ആയിരുന്നാൽ ആ വിജ്ഞാനം നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും. നിങ്ങളുടെ മാനസങ്ങൾ അവൻ്റെ ദിവ്യമാനസത്താൽ ആകർഷിക്കപ്പെടും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവിഷ്കൃതമായ സത്യത്തിൻ്റെ രഹസ്യ സദനത്തിലേക്ക് നിങ്ങൾ ചൂഴ്ന്നിറങ്ങും. സുവിശേഷത്തിൻ്റെ സൗന്ദര്യത്താൽ നിങ്ങൾ ഹഠാത് ആകർഷിക്കപ്പെടും. ഇന്നത്തെ ആളുകളോട് യേശുവിൻ്റെ വചനം നിങ്ങൾ സധൈര്യം പ്രഘോഷിക്കും.
വെളിച്ചമേകാനും സത്യത്തിൻ്റെ പൂർണ്ണിമയിലേക്ക് നയിക്കുവാനും കഴിവുള്ളതും ആ വചനത്തിന് മാത്രമാണ്. അവൻ്റെ ഹൃദയമാകുന്ന വിശുദ്ധ മലയിലേക്ക് നിങ്ങൾ കയറുക. അപ്പോൾ അവൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ ഉജ്ജ്വല തീഷ്ണതയാൽ നിങ്ങൾ രൂപാന്തരീഭവിക്കും. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ വിസ്തൃതമാകുകയും അവൻ്റെ ഹൃദയാനുരൂപമായി വാർത്തെടുക്കപ്പെടുകയും ചെയ്യും. ലോകത്തിൽ നിങ്ങൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അതേ സ്പന്ദനങ്ങൾ തന്നെയാകും. അവൻ്റെ ഹൃദയമാകട്ടെ സർവോപരി വഴിതെറ്റി വളരെ അകന്നു പോയവരെ അന്വേഷിച്ചു പോവുകയും തൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ ജ്വാലകളാൽ എല്ലാവരെയും ആവരണം ചെയ്യാൻ അഭിലഷിക്കുന്നു. നിങ്ങൾ സൗമ്യശീലരും വിനീത ഹൃദയമുള്ളവരുമാകും. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതിന് നിങ്ങൾ കഴിവുണ്ടാകും. സഹനത്തിൻ്റെയും സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരുടെയും കഠിന മുറിവുകളിൽ നിങ്ങൾ സുഗന്ധ തൈലമൊഴിക്കും. വിശിഷ്യ അധർമ്മത്തിൻ്റെയും പാപത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് വഴിപിഴച്ചു പോയവർക്ക് നിങ്ങൾ വൈദിക സഹായം നൽകണം. ഈ വിധം നിങ്ങളുടെ സ്നേഹം കൊണ്ട് എൻ്റെ മക്കളിൽ അസംഖ്യം ആളുകളെ രക്ഷയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടി അവൻ അർപ്പിച്ച നിത്യബലിയുടെ പ്രതിച്ഛായകളാകുവാൻ അവൻ്റെ ദിവ്യ മനുഷ്യ പ്രകൃതിയാകുന്ന മലയിലേക്ക് കയറുക. അവൻ്റെ നയനങ്ങൾ നിങ്ങളുടെ നയനങ്ങളിൽ, അവൻ്റെ പാദങ്ങൾ നിങ്ങളുടെ പാദങ്ങളിൽ, അവൻ്റെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ, അവൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ, അവൻ്റെ സഹനം നിങ്ങളുടെ സഹനങ്ങളിൽ, അവൻ്റെ മുറിവുകൾ നിങ്ങളുടെ മുറിവുകളിൽ, അവൻ്റെ കുരിശ് നിങ്ങളുടെ കുരിശുകളിൽ. ഈ വിധത്തിൽ നിങ്ങൾ യേശുവിൻ്റെ സുശക്തമായ സാന്നിധ്യമായി തീരും. നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇന്നും ശക്തമായി പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. ഈ രക്ഷയിലാണ് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തത് ഏത് യുദ്ധത്തിലേക്ക് വേണ്ടിയാണോ അതിൻ്റെ അന്ത്യം ഇതിലാണ് സ്ഥിതി ചെയ്യുക. മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട എൻ്റെ വിജയത്തിൻ്റെ സാക്ഷാത്കാരവും ഇതുതന്നെ. ആകയാൽ പ്രിയപുത്രന്മാരെ, നിങ്ങളുടെ സ്വർഗീയ നായികയായ എന്നെ പിന്തുടരേണ്ടത് ഇപ്പോൾ പൂർവാധികം ആവശ്യമായി തീർന്നിരിക്കുന്നു. ആകയാൽ എന്നോടുകൂടെ ക്രിസ്തുവാകുന്ന വിശുദ്ധ മലയിൽ കയറുക. അങ്ങനെ അവനോട് പൂർണ്ണമായി സാരൂപ്യം പ്രാപിക്കുക. തദ്വാര എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് ആനയിക്കുന്നതിന് അവൻ വീണ്ടും നിങ്ങളിൽ ഓരോരുത്തരിലും ജീവിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ സ്വർഗസ്ഥനായ കർത്താവിന് നന്ദി പറയാം. അവിടുന്ന് നമ്മുടെ ഏക പിതാവാണ്. നാം എല്ലാവരും അവിടുത്തെ മക്കളാണ്. നമുക്ക് അമ്മയായി പരിശുദ്ധ അമ്മയെ, തൻ്റെ അമ്മയെ അവിടെ നൽകിയിരിക്കുന്നു. ദൈവമാതാവായി പരിശുദ്ധ ജനനിയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും അമ്മയുടെ ജപമാലകൾ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടും പരിഹാരം ചെയ്തുകൊണ്ടും അനേകർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. കർത്താവ് അതിന് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുഹൃദയത്തിന് നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കാം. മാതാവിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ശനിയാഴ്ചയിൽ അമ്മയോട് കൂടുതൽ അടുക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നും അമ്മ വഴി ഈശോയിലേക്ക് വരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നും കർത്താവിനോട് നമുക്ക് യാചിക്കാം. കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.